വളരെ പവിത്രമായ ചില ദിവസങ്ങളാണ് നമ്മളിലേക്ക് സമാഗതമാകുന്നത്. ദുൽഖഅദ മാസത്തിന്റെ അവസാനത്തെ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. നമ്മുടെ നാട്ടിലെ പിറ കണ്ട രീതിക്കനുസരിച്ച് ഇന്നാണ് ഷക്കിന്റെ ദിവസം. സൗദി അറേബ്യയിൽ ഇന്നലെ പിറ കാണുകയും ഇന്ന് ദുൽഹജ്ജ് 1 പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അറബ് രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ദുൽഹജ്ജ് 1. നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് ഇന്ന് നമ്മൾ പിറയെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ഇന്ന് പിറ കാണുകയാണെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 1 പരിഗണിക്കപ്പെടും. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ഹജ്ജിന്റെ മഹത്വങ്ങളെക്കുറിച്ചും ഉദ്ഹിയ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും വിശദീകരിച്ചുകൊണ്ട് നാം പഠിക്കുകയുണ്ടായി. ഉദ്ഹിയ്യത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിലായി നാം മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ദിവസം, ഈ ജുമുഅയുടെ പാഠമായി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളിലേക്ക് സമാഗതമാകുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രത്യേകതയും ഉദ്ഹിയ്യത്തിന് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മൃഗത്തെ ബലിയായി നൽകുന്നതിലൂടെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും അതിന്റെ വിവിധങ്ങളായ മാനങ്ങളുമാണ്. അല്ലാഹു നല്ല നിലയിൽ മനസ്സിലാക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസം വളരെയധികം പവിത്രമായ മാസമാണ്. പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന അസുലഭമായ സുവർണ നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ്. അതിലെ ഓരോ മണിക്കൂറുകൾക്കും ഓരോ നിമിഷങ്ങൾക്കും അള്ളാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടിൽ വലിയ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്വങ്ങളെ പല നിലയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രത്യേകതകൾ ധാരാളമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിലേറ്റവും പ്രത്യേകമായത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ 10 ദിനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി എന്നതാണ്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, വളരെ അമാനുഷികമായ ഒരു ഗ്രന്ഥമാണ്. അതിന്റെ ഓരോ പ്രയോഗങ്ങൾക്കും മനുഷ്യരാശിയുടെ സന്മാർഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങൾ, അർത്ഥങ്ങളുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, സംസാരമാണ്. അല്ലാഹു അതിൽ ഒരക്ഷരം പറഞ്ഞാൽ ആ അക്ഷരം അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന നിയമങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളായി മനസ്സിലാക്കുന്നവരുമാണ് മുഅ്മിനീങ്ങൾ. ആ ഖുർആനിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുവാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ചില വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല സൂര്യനെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട്, രാപകലുകളെ കൊണ്ട്, പരിശുദ്ധമായ കഅബയെ കൊണ്ട്, മക്കയെ കൊണ്ട്, അത്തിമരത്തെ കൊണ്ട്, പല നിലയിൽ പല വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു ഈ വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് വേഗം മനസ്സിലാവും. നമ്മളെക്കാൾ എത്രയോ ഉന്നതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരാൾ വിശ്വസിക്കാതെ വരുമ്പോൾ നമ്മൾ മനസ്സിൽ ഏറ്റവും അധികം ഉന്നതിയിൽ കാണുന്ന അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോൾ അത് കൂടുതൽ സ്വീകാര്യമായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അല്ലാഹു ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹുവിനേക്കാളും മുകളിലാണ് ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രാദികൾ, ഈ പറഞ്ഞ വസ്തുക്കൾ എന്നാണോ അതിന്റെ മാനം? അല്ല. മറിച്ച് അല്ലാഹു സത്യം ചെയ്യുന്നത് മനുഷ്യരായ നമ്മൾ ആ വസ്തുക്കളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അല്ലാഹു തആല അത്രയും പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്.
അതിൽ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നമ്മൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. അത്തരം വസ്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഈ 10 ദിനങ്ങളെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ദുൽഹജ്ജിന്റെ മഹത്വങ്ങൾ പറയുന്ന കിതാബുകളിൽ പണ്ഡിതന്മാർ ആദ്യം രേഖപ്പെടുത്തുന്ന മഹത്വം ഈ പ്രയോഗമാണ്. പടച്ചവൻ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച 10 ദിനങ്ങളെന്ന്. വൽ ഫജ്ർ, പ്രഭാതത്തെ കൊണ്ട് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകളെ കൊണ്ട് സത്യം. പ്രമുഖരായ മുഫസ്സിരീങ്ങൾ മുഴുവനും ഈ 10 രാവുകൾക്ക് വ്യാഖ്യാനം എഴുതിയത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വപൂരിതമായ ദിവസങ്ങൾ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജിലെ 10 ദിവസങ്ങളെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അഫ്ളലുൽ അയ്യാമി ഇൻദല്ലാഹി സുബ്ഹാനഹു വതആല അയ്യാമുൽ അശ്ർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള 10 ദിവസങ്ങൾ ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളാണ്. സ്വാഭാവികമായും നമുക്ക് സംശയം ഉണ്ടാകും. വിശുദ്ധ റമളാനിലും ഇതേ ഭാഷ്യം തന്നെയാണല്ലോ സാധാരണ പ്രയോഗിക്കപ്പെടാറുള്ളത്. റമളാനിലെ അവസാനത്തെ 10 പറ്റി എത്രയോ പോരിശയാണ് നമ്മൾ കേൾക്കാറുള്ളത്, പറയാറുള്ളത്, വിശദീകരിക്കാറുള്ളത്. ആ സമയത്ത് അതാണ് ഏറ്റവും മഹത്വമുള്ളത് എന്ന് പറയുന്നു. ഈ സമയത്ത് ഇതാണ് ഏറ്റവും മഹത്വമുള്ളത് എന്ന് പറയുന്നു. നമുക്കൊരു സംശയം ഉണ്ടാവാം. ഈ സംശയത്തെയും പ്രമുഖരായ മുഫസ്സിരീങ്ങളോ പണ്ഡിതന്മാരോ വിട്ടുകളയുന്നൊന്നുമില്ല. മഹാനായ ഇബ്നു റജബ് അൽ ഹൻബലി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, പ്രമുഖരായ പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയുമോ സഹോദരങ്ങളെ? മനസ്സിലാക്കി. അപ്പോഴാണ് ദുൽഹിജ്ജിന്റെ മഹത്വം മനസ്സിലാവുക. മഹാന്മാർ ഇങ്ങനെയാണ് എഴുതിയത്: അള്ളാഹുവിന്റെ അടുക്കൽ 365 ദിവസങ്ങളിൽ ഏറ്റവും പോരിശയുള്ള രാവുകൾ റമളാനിലെ അവസാനത്തെ 10 രാവുകളാണ്. ഏറ്റവും പോരിശയുള്ള രാവുകൾ റമളാനിലെ അവസാനത്തെ 10 രാവുകളാണ്. എന്നാൽ ഏറ്റവും പോരിശയുള്ള പകലുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പോരിശയുള്ള പകലുകൾ റമളാനിന്റെ പകലുകളല്ല, ദുൽഹജ്ജ് മാസത്തിന്റെ പകലുകളാണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസത്തെ പകലുകളാണ്. ഇരവുകളിൽ, രാവുകളിൽ, രാത്രികളിൽ മഹത്വമായത് റമളാനിലെ അവസാനത്തെ 10 രാവുകളാണ്. അതിന് സംശയമില്ല. പകലുകളിൽ, പകൽ സമയങ്ങളിൽ ദീനിന്റെ കാഴ്ചപ്പാടിൽ ഒരു വർഷത്തിലെ ഏറ്റവും മഹത്വമേറിയ പകലുകൾ, ആ മണിക്കൂറുകൾ, ആ നിമിഷങ്ങൾ നമ്മളിലേക്ക് സമാഗതമാകുന്ന ഈ 10 ദിവസത്തിന്റെ പകലുകളാണ്, മണിക്കൂറുകളാണ്, നിമിഷങ്ങളാണ്. മുഹദ്ദിസുകൾ അതിന് വ്യാഖ്യാനം എഴുതിയത് എങ്ങനെയാണ്? ഈ ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കലീമുല്ലാഹി എന്നറിയപ്പെടുന്ന പ്രവാചകനാണ്. അള്ളാഹു സംസാരിച്ചയാൾ. തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തുന്ന രംഗവും അള്ളാഹുവുമായി സംസാരിക്കുന്ന രംഗവും, അള്ളാഹുവെ നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർകൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന രംഗവും ഹൃദയസ്പൃക്കായ നിലയിൽ വിശുദ്ധ ഖുർആൻ അത് വരച്ചു കാണിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, നിനക്ക് കാണാൻ കഴിയില്ല മൂസ, കാണണം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ആഗ്രഹ പ്രകടനം. എങ്കിലാ പർവ്വതത്തിലേക്ക് നോക്കൂ, അതിന് താങ്ങാൻ കഴിയുമെങ്കിലല്ലേ നിനക്ക് താങ്ങാനാവുകയുള്ളൂ. ഫഖറ മൂസ സഇഖ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നൂറിന്റെ മുമ്പിൽ ബോധം കെട്ടു വീണു എന്നാണ് ഖുർആൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല സംസാരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസം ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ദുൽഖഅദ മാസം 30 ദിവസം നോമ്പ് പിടിക്കാൻ ആവശ്യപ്പെട്ടു. വവഅദ്നാ മൂസ 30 ലൈലതൻ, 30 ദിവസം നോമ്പ് പിടിച്ചിട്ട് വരാൻ പറഞ്ഞു.
30 ദിവസം പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞുവത്രേ, വഅത്മംനാഹാ ബിഅശ്രിൻ, 10 ദിവസവും കൂടി പൂർത്തിയാക്കണം മൂസ എന്ന്. നാം ആ ദിനങ്ങളെ 10 പൂർത്തീകരിച്ചു കൊടുത്തു മൂസാ നബിക്ക്. ഈ ദുൽഹിജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ കൂടി നോമ്പനുഷ്ഠിച്ചിട്ട് തൗറാത്ത് വാങ്ങുവാൻ വേണ്ടി വരിക മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശം അതാണ്. ഈ 10 ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടാണ്, ഈ 40 ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടാണ് തൗറാത്ത് വാങ്ങുവാൻ ഈ മാസത്തിൽ ദുൽഹിജ്ജിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തുന്നത്. സഹോദരങ്ങളെ, ദുൽഹിജ്ജിന്റെ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെയും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, മറ്റൊന്ന്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീനിനെ അല്ലാഹു തആല പൂർത്തിയാക്കി നൽകി എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് ഈ മാസത്തിലാണ്, ഇത്തരമൊരു ദുൽഹിജ്ജിലാണ്. ഇത്തരമൊരു മഹത്വപൂർണമായ ദുൽഹിജ്ജിന്റെ 9 അറഫയിലെ പകലിലാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു, അൽ യൗം, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാനിതാ വളരെ പൂർത്തിയാക്കി, സമ്പൂർണമാക്കി നൽകുകയാണ്. അത് കംപ്ലീറ്റ് ആയി. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ ദീനായി നാം നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു യഹൂദി വന്നിട്ട് പറഞ്ഞു അത്രേ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്തെങ്ങാനും ഞങ്ങളിലാണ് ഇറങ്ങിയത് എങ്കിൽ ആ ഇറങ്ങിയ ദിവസത്തെ ഒരു പെരുന്നാളായി ഞങ്ങൾ ആഘോഷിച്ചേനെ എന്ന്. യഹൂദികൾ ഖുർആൻ വായിക്കുന്നവരാണ് അന്നും ഇന്നും, അറിയോ, വലിയ പണ്ഡിതന്മാരാണ്. ദീനിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും അധികം ദീനിനെ അപഗ്രഥിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുന്ന ഒരു വിഭാഗം യഹൂദികളാണ്. ഇതിനെപ്പറ്റി പിന്നീടൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് പറയാം. വിശദമായി പറയാനുള്ള ഒരുപാട് പഠനങ്ങൾ ആ വിഷയത്തിലുണ്ട്, ഒരുപാട് പഠനങ്ങൾ. പലപ്പോഴും നമ്മളോ നമ്മളിൽ ചിലരോ തലകുനിച്ചു പോകുന്ന രംഗങ്ങൾ ആ കണക്കിന്റെ കൂട്ടത്തിലുണ്ട്. മറ്റൊരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോൾ ആ യഹൂദി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ, അതേതാപ്പ ആ ആയത്ത്? നിങ്ങളിൽ ഇറങ്ങിയാൽ നിങ്ങൾ അത്രമേൽ പ്രാധാന്യത്തോടെ കൊണ്ടു നടക്കുന്ന, നിങ്ങൾ ഒരു പെരുന്നാളായി ആ ദിവസത്തെ ആഘോഷിക്കുന്ന ആയത്ത് ഏതാണ്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മദീനയിലെ ആ യഹൂദി പറഞ്ഞു അത്രേ, അത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്താണ്. ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു നിങ്ങളോട് സന്തോഷ വർത്തമാനം പറഞ്ഞില്ലേ എന്ന്. അതിനും വലിയൊരു അവാർഡ് നിങ്ങൾക്ക് ഏതാണ് കിട്ടാനുള്ളത്? സമ്പൂർണമായ ഒരു ദീനിന്റെ വക്താക്കളായി നിങ്ങൾ മാറിയതിനെ അല്ലാഹു അറിയിച്ച ആ ദിവസം. അങ്ങനെ എങ്ങാനും ഞങ്ങൾക്കൊരായത്തുണ്ടായിരുന്നുവെങ്കിൽ അത് ഇറങ്ങിയ ദിവസത്തെ ഞങ്ങൾ വലിയ പെരുന്നാളായി കൊണ്ടാടുമായിരുന്നു എന്ന്. കാരണം ആ ആയത്തിന് നമ്മൾ എത്ര അർത്ഥം മനസ്സിലാക്കിയാലും അതിനേക്കാൾ മുകളിലുള്ളൊരു അർത്ഥമുണ്ട്. ആ ആയത്തിന് അല്ലാഹു തആല അത് പൂർത്തിയാക്കാൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് ഈ ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽപ്പെട്ട യൗമ അറഫയാണ്. അറഫ ദിവസത്തിലാണ്, ഹജ്ജത്തുൽ വദാഇലാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയത്തിലാണ്. അവിടെയാണ് ആ ആയത്ത് ഇറങ്ങുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജിന്റെ അമലുകൾ കൊണ്ട് സമ്പന്നമാണ് ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഹജ്ജിന്റെ അമലുകൾ അത് മുഴുവനും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ദുൽഹിജ്ജിലാണ്. അങ്ങനെയും ഈ മാസത്തിന്റെ ആദ്യത്തെ 10 രാവുകൾക്ക്, 10 പകലുകൾക്ക് പ്രത്യേകതയുണ്ട്. ഏതെല്ലാം നിലയിൽ സഹോദരങ്ങളെ വളരെയധികം മഹത്വമാക്കപ്പെട്ട, വളരെയധികം പൂരിശയുള്ള ദിവസങ്ങളാണ്, വളരെയധികം മഹത്വപൂർണമായ മണിക്കൂറുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10 ദിവസത്തിലെ മണിക്കൂറുകൾ. നോമ്പെടുക്കാൻ സാധിക്കുന്നവർ നോമ്പെടുക്കിൻ. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജിന്റെ 1 മുതലേ നോമ്പിലായി കഴിയൽ സുന്നത്താണ്.
സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ കൂടുതലായി പറയൽ സുന്നത്താണ്. ദിക്റുകൾ കൂടുതലായി വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി സുബ്ഹാനഹു വതആല മിൻ അയ്യാമി അശ്രി ദുൽഹിജ്ജ. ദുൽഹിജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ മഹത്വപൂർണമായ മറ്റൊരു ദിവസങ്ങളും അല്ലാഹുവിന്റെ അടുക്കലില്ല. فأكثروا فيهن من التهليل والتكبير والتحميد. നിങ്ങൾ കൂടുതലായി ഈ ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, സുബ്ഹാനല്ലാഹ് പറയണം, അല്ലാഹു അക്ബർ പറയണം. നിങ്ങൾ ദിക്റുകൾ കൂടുതലായി വർദ്ധിപ്പിക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, എത്രയോ ഹദീസുകളാണ് സഹോദരങ്ങളെ ഈ ഒരു പദത്തിൽ വന്നിരിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വപൂർണമായ ദിവസങ്ങൾ ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളാണ് എന്ന് പറയുന്ന എത്രയോ ഹദീസുകൾ. സഹോദരങ്ങളെ, എപ്പോഴും പറയാറുള്ളതുപോലെ, നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതുപോലെ, ഹജ്ജിന് പോകാതെ നാട്ടിൽ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ കൂടുതലായി നാം ശ്രദ്ധിക്കേണ്ടത്, കൂടുതലായി പരിഗണിക്കേണ്ടത്, കൂടുതലായി ഒരുങ്ങേണ്ടത് വിശുദ്ധമായ ഉദ്ഹിയ്യത്തിനു വേണ്ടിയിട്ടാണ്. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത് പെരുന്നാളിലേക്ക്. 10-11 ദിവസങ്ങൾ മാക്സിമം ബാക്കിയാണ്. അതിനിടയിൽ മൃഗത്തെ കണ്ടെത്തിയിട്ടില്ലാത്തവർ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അത് വാജിബാണ് എന്ന് തിരിച്ചറിയുകയും അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുകയും വേണം. അതിന്റെ പ്രതിഫലത്തെ ഉൾക്കൊള്ളണം. അവിടെ നമ്മൾ സമ്പത്ത് പോകുമല്ലോ എന്ന് ഓർക്കരുത്. അതൊരിക്കലും സമ്പത്ത് പോകലല്ല, അതൊരു കടമയുടെ, ഒരു സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശത്തെ ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കുന്ന ഒരു അമലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹായോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യാ ഫാത്തിമ ഖൂമി ഇലാ ഉദ്ഹിയതികി. നബി തങ്ങൾ ഫാത്തിമ ബീവിയോട് നടത്തുന്ന സംസാരങ്ങൾ റളിയല്ലാഹു തആല അൻഹാ, ഇതൊക്കെ ഹൃദയസ്പൃക്കാണ്, ആനന്ദം തുടിച്ചു നിൽക്കുന്ന വാക്കുകളാണ്. ഫാത്തിമ, നീ എഴുന്നേൽക്ക്, നിന്റെ ഉദ്ഹിയ്യത്തിന് നീ സാക്ഷിയാക്. അതിലെ ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോഴേക്കും നിന്റെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്ന് പാപമോചനത്തിന്റെ സന്തോഷ വർത്തമാനം ഉദ്ഹിയ്യത്തിലൂടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ വഹ്ഹാ തയ്യിബതൻ നഫ്സുഹു മുഹ്തസിബൻ ഇൻദല്ലാഹി തആല. തൃപ്തിയോടെ, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, തൃപ്തിയോടെ, പൊരുത്തത്തോടെ ആര് ഉൽഹിയ്യത്ത് നൽകുന്നോ, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആര് ഉൽഹിയ്യത്തിന് സന്നദ്ധനായി തീരുന്നോ, അവനെ അല്ലാഹു തആല നരകത്തിൽ നിന്നും മോചിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാനത് ലഹു ഹിജാബൻ മിനന്നാർ. നരകത്തിൽ നിന്നുള്ള മറയായി അത് മാറും. പാപമോചനം അതൊരു പ്രതിഫലമാണ്. നരകമോചനം ഉൽഹിയ്യത്തിന്റെ മറ്റൊരു പ്രതിഫലമാണ്. അല്ലാഹുവുമായിട്ടുള്ള സാമീപ്യം, പടച്ചവനുമായിട്ടുള്ള അടുപ്പം ഉൽഹിയ്യത്തിലൂടെ വർദ്ധിക്കും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഉൽഹിയ്യത്തിന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്നതിനെ മുമ്പായി അത് അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ സ്ഥാനങ്ങളിലേക്ക് എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതെല്ലാം നിലയിലാണ് സഹോദരങ്ങളെ ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ലഹൂ, നിങ്ങൾ ഉദ്ഹിയ്യത്തിന് തയ്യാറാകൂ, നിങ്ങൾ ഉദ്ഹിയ്യത്ത് നൽകൂ. ഫഇന്നഹാ മതായാകും അല സിറാത്ത്, സിറാത്തുൽ മുസ്തഖീമിൽ ഉദ്ഹിയ്യത്തിന്റെ മൃഗം നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനമായി തീരും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഞാൻ എണ്ണി പറയുകയാണ് ഹദീസുകൾ, എത്രയോ ഹദീസുകൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രതിഫലങ്ങളാണ്. നമ്മളിത് മനസ്സിലാക്കാതെ പോകരുത്. ഓരോ ജുമഅയിലും ഇതിന്റെ വ്യത്യസ്തങ്ങളായ പ്രാധാന്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനപരമായ മാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സഹോദരങ്ങളെ ദീൻ മുന്നോട്ട് വെക്കുന്ന ഉദ്ഹിയ്യത്തിന്റെ മാനം? എന്താണ്? ഒരു സമർപ്പണത്തിന്റെ, അള്ളാഹുവിന്റെ മുമ്പിൽ താൻ എന്തും സമർപ്പിക്കാൻ ഒരുക്കമാണ് എന്നുള്ള സന്ദേശത്തിന്റെ പ്രകടനമാണ്. അതല്ലാതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ
അത് ക്രൂരതയല്ല. ഇസ്ലാമിലെ മൃഗബലി എന്ന് പറയുന്നത് ഇത്രയും വലിയ ക്രൂരന്മാർ വേറെയുണ്ടോ? ചിലരുടെ സംശയമാണ്. മൃഗങ്ങളെ അറുത്ത് കഴിക്കുന്നവർ, അതിലും വലിയ ക്രൂരത മറ്റേതെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൃഗബലി അത് ക്രൂരതയാണോ? മൃഗങ്ങളോട് ക്രൂരമായി ഇടപെടാനാണോ ദീൻ പഠിപ്പിക്കുന്നത്? എന്താണ് ഉദ്ഹിയത്തിന്റെ മാനം? മുസ്ലിമീങ്ങൾ മാത്രമാണോ മൃഗബലി നടത്തുന്നവർ? ഏതെല്ലാം മാനങ്ങളിലൂടെ കടന്നുവരുന്ന ഒരു പ്രക്രിയയാണ്, ഏതെല്ലാം മതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇബ്രാഹിമി സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന മുഴുവൻ മതങ്ങളിലും ഈ മൃഗബലിയുണ്ട്. മൃഗബലി എല്ലാത്തിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അത് പുരാതന കാലം മുതലേ ഉണ്ട്. ദീനത് മനുഷ്യന് ഭക്ഷിക്കാനാകുന്ന വസ്തുക്കളുമായി മാത്രം ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ദീനിന്റെ പ്രത്യേകത. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ഏറ്റവും കൂടുതൽ മൃഗബലി നടക്കുന്ന ദിവസം, ലോകത്തെ ഏറ്റവും കൂടുതൽ മൃഗബലി ഒരുമിച്ച് നടക്കുന്ന സ്ഥലം ഏതാണെന്നറിയുമോ? നമ്മൾ വിചാരിക്കും മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആഘോഷങ്ങളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും പെരുന്നാളുമായോ ഈ ഉദ്ഹിയ്യത്തുമായോ ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമായിരിക്കുമെന്ന്. ലോകത്തെ ഏറ്റവും അധികം മൃഗങ്ങൾ ഒരുമിച്ച് അറക്കപ്പെടുന്ന സ്ഥലം നമ്മളുടെ അയൽ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്തിലാണ്. അത് നേപ്പാളിലാണ്. നേപ്പാളിലെ ഗാദിമേ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. ഗാദിമേ ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവലിൽ ഒരു ദിവസം 5 വർഷം കൂടുമ്പോഴാണ് ആ ഫെസ്റ്റിവൽ നടക്കുക. 5 വർഷം കൂടുമ്പോഴാണ് ആ ഫെസ്റ്റിവൽ നടക്കുക. അതിൽ കഴിഞ്ഞ 2019 ആ ഫെസ്റ്റിവൽ നടക്കുമ്പോ അറുക്കപ്പെട്ടത് 5 ലക്ഷത്തോളം മൃഗങ്ങളാണ്. ഒറ്റ ദിവസം, ഒറ്റ മൈതാനിയിൽ 5 ലക്ഷത്തോളം മൃഗങ്ങൾ. ഗാദിമേ ഫെസ്റ്റിവൽ നടത്തുന്നവർ മുസ്ലിമീങ്ങളാണോ? നിങ്ങൾ ക്രൂരത പറയുമ്പോ, ഉദ്ഹിയ്യത്തിനെ ക്രൂരതയായി ചിത്രീകരിക്കുമ്പോ, ഉദ്ഹിയ്യത്തിന്റെ മാനത്തെ നിങ്ങൾ ക്രൂരതയുമായി ബന്ധപ്പെടുത്തുമ്പോ എന്തേ ഇത് കാണാതെ പോകുന്നു? യഹൂദ മതത്തിലില്ലേ? ക്രൈസ്തവരിലില്ലേ? എവിടെയാണ് ഇല്ലാത്തത്? ഏത് മതത്തിലാണ്? ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ രസകരമായി ഇന്ന് രാവിലെ വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വിവാദം, ഒരു രാഷ്ട്രീയ വിവാദം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സംസ്ഥാനത്തിലെ വളരെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ 50ഓളം മൃഗങ്ങളെ ബലിയായി ഇന്ന ക്ഷേത്രത്തിൽ, കണ്ണൂരിലെ ഒരു ക്ഷേത്രം പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൽ ബലിയായി നൽകിയത്രേ. എന്നിട്ട് അറുത്ത പോത്തിന്റെയും പന്നിയുടെയും കോഴിയുടെയും ആടിന്റെയും കണക്കുകൾ വരെ അദ്ദേഹം നിരത്തി. അതിൽ നിഷേധിച്ചുകൊണ്ട് ആ ക്ഷേത്ര ഭാരവാഹികളൊക്കെ രംഗത്ത് വന്നു. അല്ലാഹു അഅലം, നടന്നോ ഇല്ലയോ ഒന്നും അന്വേഷിക്കുന്നത് നമ്മുടെ കടമയില്ല. മൃഗബലിക്ക് പലതരത്തിലുള്ള മാനങ്ങളുണ്ട്. ഇന്ത്യയിലുണ്ട് സഹോദരങ്ങളെ. എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു പുസ്തകം പറയാം. ദ പോഗ്രോം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പർവേസ് ഫച്ചാണ്ടിയുടെ ഒരു പുസ്തകമുണ്ട്. ദ പോഗ്രോം ഇൻ ഇന്ത്യ, ദ പോഗ്രോം ഇൻ ഗുജറാത്ത് കലാപത്തെ അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. പോഗ്രോം ഇൻ ഗുജറാത്ത്, പർവേസ് ഫച്ചാണ്ടി. നിങ്ങൾ ആ പേര് ഓർത്തു വെക്കണം. ദ ഹിന്ദു നാഷണലിസം ആൻഡ് ആന്റി മുസ്ലിം വയലൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹൈന്ദവ ദേശീയതയും മുസ്ലിമീങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പദ്ധതികളും, ദ ആന്റി മുസ്ലിം വയലൻസസ് ഇൻ ഇന്ത്യ. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഗുജറാത്ത് കലാപത്തിന്റെ അതില് ഈ പറയുന്ന സംഘടനകളെ പ്രേരിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഈ ക്രൂരത, മൃഗങ്ങളോടുള്ള ക്രൂരത. മൃഗങ്ങളെ അറുത്ത് കഴിക്കുന്നവർ, പശുവിനെ അറുക്കുന്നവർ, പോത്തിനെ അറുക്കുന്നവർ എന്ന് പറയുന്ന വൈകാരികമായ ഒരവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ടാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് പർവേസ് ഫച്ചാണ്ടിയുടെ പുസ്തകം പരിശോധിക്കാം. ഇത് അങ്ങനെ വിശദീകരിക്കുന്ന എത്രയോ ആളുകൾ, എത്രയോ എഴുത്തുകാരന്മാർ. ബലി എന്നതിന് വിവിധങ്ങളായ മാനങ്ങളുണ്ട് സഹോദരങ്ങളെ. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനൊരു മാനമുണ്ട്. ആ മാനം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവാച്യമായ, ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത മഹത്തായ സമർപ്പണത്തിന്റെ മാനമാണ്. ആ മാനത്തിന്റെ പ്രതീകമായിട്ടാണ് ഓരോ മുസ്ലിമും ഉൽഹിയ്യത്ത് നൽകുന്നത്. അതിനെ മാത്രം ക്രൂരതയായി പറയുന്നത്
ബുദ്ധിയുള്ളവർക്ക് വേഗം മനസ്സിലാകും അതിന്റെ അജണ്ടകൾ എന്താണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മാനത്തെ ഉൾക്കൊള്ളലാണ് ഉളുഹിയ്യത്ത്. അതിനെ ആ നിലയിൽ മനസ്സിലാക്കലാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെചിത എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. ഷെചിത എന്നാണ് ഹീബ്രു ഭാഷയിൽ ഇതിന് പറയുക. മൃഗങ്ങളെ അറുക്കലാണ്. അതൊന്നും ലോകത്ത് ചർച്ചയില്ല, ഒരിടത്തും ചർച്ചയില്ല. പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് സഹോദരങ്ങളെ? നിങ്ങൾക്കറിയുമോ, ഒരു കോഴിയെ കെട്ടിത്തൂക്കിയിട്ടിട്ട് അമ്പെയ്ത്ത് ശീലിക്കുന്ന ചില ചെറുപ്പക്കാരായ ആളുകളെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. അമ്പെയ്ത്ത് പരിശീലിക്കാൻ. സാധാരണ അമ്പെയ്ത്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണാറുള്ള ഒരു സിമ്പൽ ഉണ്ടല്ലോ, കുറെ റൗണ്ടുകൾ വരച്ചിട്ട് ആ റൗണ്ടിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അമ്പെയ്ത്തിന്റെ ഉന്നം അവർ പരിശീലിക്കുക. ഇവിടെ മദീനയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ചെറുപ്പക്കാരായ ചില ആളുകൾ ജീവനുള്ള ഒരു കോഴിയെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അതിങ്ങനെ പിടയ്ക്കുമല്ലോ. അപ്പൊ അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അമ്പെയ്ത്ത് ശീലിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവർക്കരികിലേക്ക് ചെന്നു. ആരാണ് ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചത്? ആരാണ് ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? മൃഗങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. ലഅനല്ലാഹു അല്ലദീ മൻ ഫഅല ഹാദാ, ഇത് ചെയ്യുന്നവനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ പ്രമുഖനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മൃഗങ്ങളെ അകാരണമായി ഉപദ്രവിക്കുന്നവരെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഉറുമ്പുകൾ നടന്നു പോകുന്ന കൂടിനരികിൽ തീയിട്ടപ്പോ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആ തീ അണക്കി, ഉറുമ്പിന്റെ കൂടുണ്ട് അവിടെ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ക്രൂരതയാണോ എന്ന് ചില ആളുകളുടെ വാക്കുകൾക്കും ചിന്തകൾക്കും മുമ്പിൽ നമ്മൾ നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോയി വെക്കാൻ. തീ കൊണ്ട് അടയാളമിടുന്ന പോത്തിന്റെ പുറത്ത് നമ്പർ എഴുതി വെക്കില്ലേ, 13, 14, 35, 36 പെയിന്റ് കൊണ്ടാണ് ഇപ്പൊ എഴുതുന്നത്. അന്ന് പോത്തുകളെ തിരിച്ചറിയാൻ വേണ്ടി, അല്ലെങ്കിൽ മൃഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ കമ്പി പഴിപ്പിച്ച് അടയാളമിടുന്ന രീതി ഉണ്ടായിരുന്നു. ഒരു കഴുതയുടെ പുറത്ത് അത്തരം ഒരു അടയാളം കണ്ടപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. പ്രവാചകർ പറഞ്ഞു, ലഅനല്ലാഹു അല്ലദീ വസമഹു, തീ കൊണ്ട് ഇതിന്റെ പുറത്ത് അടയാളമിട്ടവനെ അല്ലാഹു ശപിക്കട്ടെ എന്ന്. അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അവനെ വിദൂരമാക്കട്ടെ എന്ന്. മൃഗങ്ങളോടുള്ള സമീപനം എത്രയോ ഉണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ താങ്ങാൻ കഴിയാത്ത ഒരു മൃഗത്തിന്റെ, ഒരു കഴുതയുടെ പുറത്ത് കയറിയിരുന്നപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ അതിനോട് കരുണ കാണിക്കൂ, അതിൽ നിന്ന് താഴെ ഇറങ്ങൂ. കരുണ കാണിക്കുന്നവരോട് അല്ലാഹു കരുണ കാണിക്കുമെന്ന്. മൃഗങ്ങളോടുള്ള ഇസ്ലാമിന്റെ മാനം അതാണ്. പിന്നെ എന്തിനാണ് ഉളുഹിയ്യത്ത്? വെജിറ്റേറിയനായി അല്ലെങ്കിൽ വെജിറ്റേറിയനിസത്തിന്റെ ഭാഗമായി അങ്ങനെ നിന്നാൽ പോരെ. ഈ നോൺ വെജ് എന്തിനാണ്? സഹോദരങ്ങളെ, അത് മനുഷ്യന്റെ ആഹാര രീതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രകൃതിയുടെ ഒരു ഘടനയാണ്. മനുഷ്യൻ മിശ്രഭുക്കാണ്. ആഹാരത്തിന് വേണ്ടിയിട്ടാവാം ആഹാരങ്ങളുടെ കൂട്ടത്തിൽ അതിനെ പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരവും അതിനോട് താതാത്മ്യപ്പെടുന്നതാണ്. അവൻ മിശ്രഭുക്കാണ്. ആ വിഷയത്തിലുള്ള സംവാദം വേറെയാണ്. മനുഷ്യൻ മിശ്രഭുക്കാണോ സസ്യഭുക്കാണോ സംവാദമാവാം. അതൊരു മറ്റൊരു വിഷയമാണ്, മറ്റൊരാശയമാണ്. സഹോദരങ്ങളെ, അതല്ലാതെ മൃഗങ്ങളെ ക്രൂരമായ നിലയിൽ, അന്യായമായ നിലയിൽ മൃഗങ്ങളുടെ നേരെ ഇടപെടുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. പിന്നെ ഉദ്ഹിയ്യത്തിന്റെ മാനം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണത്തിന്റെ ഭാഗമായി നമ്മൾ അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന അമലാണ്. അതുകൊണ്ടാണ് ഈ അമലിന് അത്രയും കൂലി ഉണ്ടാകുന്നത്, അത്രയും പ്രതിഫലമുണ്ടാകുന്നത്. ദുൽഹിജ്ജിന്റെ ഈ 10 ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇതിലെ ദിക്റുകൾ, തസ്ബീഹുകൾ, ഇതിലെ അമലുകൾ ഇത് വർദ്ധിപ്പിച്ച് നോമ്പനുഷ്ഠിച്ച് ഉദ്ഹിയ്യത്തിന് തയ്യാറായി ഒരു ഋജുമാനസനായി അള്ളാഹുവിലേക്ക് സമർപ്പിതനായ നിലയിൽ നാം പെരുന്നാളിനെ വരവേൽക്കുന്നവരാവണം. അതിനാണ് ഈ 10 ദിവസങ്ങൾ, ഇത്രയും മഹത്വമുള്ള 10 ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ മനസ്സിലാക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അമലുകളുടെ മാനങ്ങൾ, അതിനെ
ഇസ്ലാമിന്റെ ആശയത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് മനസ്സിലാക്കി അടിയുറച്ച് ദീനിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.